ഹായ് ഫ്രണ്ട്സ്, കാർട്ടൂൺ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ഗൂഗിളിൻ്റെ ഒരു കിടിലൻ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു 3D ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ടോപ്പിക്കിനെ അത് ആനിമേഷനാക്കി മാറ്റിയാൽ കൊള്ളാമെന്നൊക്കെ പലർക്കും ആഗ്രഹം തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കൊക്കെ. എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് ആനിമേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ടാസ്റ്റിക് എന്ന് 3D എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ചെറിയ ഡീറ്റെയിൽസ് പറഞ്ഞാൽ 4.1 റിവ്യൂ ഉണ്ട്. 200 MB ആണ് ഇതിൻ്റെ ഡാറ്റ സൈസ് വരുന്നത്, ഫയൽ സൈസ് വരുന്നത്. പിന്നെ 1 മില്യൺ ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ അത്യാവശ്യം നല്ല പേര് കുറേ പേര് സാറ്റിസ്ഫൈഡ് ആണ്. കമൻറ്റൊക്കെ നല്ല രീതിയിൽ ഇട്ടേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. 200 MB ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഓഡിയോസ് കൊടുക്കുക, സൗണ്ട് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതിനകത്ത് ക്യാരക്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. തുടക്കം നല്ലൊരു ആനിമേഷനോട് കൂടിയൊക്കെയാണ് ആപ്പ് ഓപ്പൺ ആകുന്നത്. സെറ്റപ്പ് യുവർ ഗെയിം ഓൾട്ടപ്പോൾ നമുക്ക് വേണ്ടി സ്കിപ്പ് കൊടുത്ത് നോക്കാം. ഈ തുടക്കം തന്നെ ഫ്രണ്ടിലായിട്ട് ഒരു പ്ലസിൻ്റെ ഐക്കൺ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് നോക്കാം, എന്താ വരുന്നത് അറിയില്ല. ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു പേജാണ് വന്നിരിക്കുന്നത്. 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഷോർട്ട് സ്റ്റോറി ഉണ്ട് 3 പാർട്ട്, ക്ലാസിക് സ്റ്റോറി 5 പാർട്ട്, സയൻസ് റിപ്പോർട്ട് 5 പാർട്ട്, അങ്ങനെയാണ് കൊടുത്തേക്കണേ. നമുക്ക് ഷോർട്ട് സ്റ്റോറി നോക്കാം. ഇവിടെ വീണ്ടും കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബിഗിനേഴ്സ്, മിഡിൽ, എൻഡ്. ബിഗിനറാണ്, ഞാൻ ബിഗിനർ ക്ലിക്ക് ചെയ്തു. എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് പിക്ക് എ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് ഇത് ചൂസ് ചെയ്താലോ. ഇത് ചെറിയൊരു കാടാണ്. കാടിൻ്റെ അവിടെ ഒരു ടെൻ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ആടി ക്യാരക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ചൂസ് ചെയ്യുക. കാടാ ഞാനത് എടുത്തു. ഇവിടെ നമുക്ക് കളറൊക്കെ മാറ്റാൻ പറ്റും. കണ്ട 3D ആയിട്ട് തന്നെ കാണിക്കുന്ന നമുക്ക് മെയിലായിട്ട് ഇതിലാരും ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഒക്കെ നമ്മുടെ ക്യാരക്ടർ അവിടെ വന്നിട്ടുണ്ട്. ഇരിക്കുന്ന പൊസിഷനൊക്കെ സെറ്റ് ചെയ്യാം. സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാം. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി ചെയ്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ മെയിനായിട്ട് വീഡിയോ റെക്കോർഡിംഗ് ആണ്. നമുക്കിതിൻ്റെ കൂടെ സൗണ്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് ഇത് വർക്കിംഗ് ആയിക്കോളും. പിന്നെ മെയിനായിട്ട് സ്റ്റോപ്പ് ഉണ്ട്. സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് പറയാൻ വേണ്ടി ചെയ്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ മെയിനായിട്ട് വീഡിയോ റെക്കോർഡിംഗ് ആണ്. നമുക്കിതിൻ്റെ കൂടെ സൗണ്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് ഇത് വർക്കിംഗ് ആയിക്കോളും. പിന്നെ മെയിനായിട്ട് സ്റ്റോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് പറയാൻ വേണ്ടി ചെയ്തുള്ളൂ. ഇത് ഇതിൻ്റെ ഗ്രേഡിങ് മാറ്റുന്നതാണ്. അതുകൊണ്ട് ഇവിടെ മെയിനായിട്ട് വീഡിയോ റെക്കോർഡിംഗ് ആണ്. നമുക്കിതിൻ്റെ കൂടെ സൗണ്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. കാരണം ഞാൻ പറഞ്ഞ അതേപോലെ റെക്കോർഡിംഗ് ആകുവാണ്. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒന്നിലും മിഡിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഓക്കെ, ബിഗിനിങ്. ഈ ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ 3 പാർട്ട് എന്ന് പറഞ്ഞില്ലേ, 3 പേജാണ് കാണിക്കണേ. ഇത് ബിഗിനിങ് ഫസ്റ്റ്. രണ്ടാമത്തെ പേജ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ മിഡിൽ ക്ലിക്ക് ചെയ്യാം. എൻ്റെ അവസാനത്തെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അങ്ങനെയാണ് 3 കൊടുത്തേക്കണേ. ഞാനിപ്പോൾ ഈ ഓർമ്മത്തേക്ക് ഞാൻ ഫിനിഷ് ചെയ്യണം. കാരണം ഫിനിഷ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്, ന്യൂ
ലാറ്റ് മീ കൊടുത്തു. നിങ്ങൾക്ക് പറയാൻ വേണ്ടി ചെയ്തോളൂ. ഓക്കെ, എൻ്റെ വീഡിയോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ ഈ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. കാരണം അവർക്ക് എപ്പോഴും കാർട്ടൂൺ മാത്രം കണ്ടിരുന്നാൽ പോരില്ല, അവർക്കും ഒരു ആഗ്രഹം കാണില്ല അവരുടെ സൗണ്ട് വെച്ച് അവർക്കൊരു കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്യണമെന്ന്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഫേസിൽ നിങ്ങളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഫേസ് ആഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അവർക്കും ക്രിയേറ്റിവിറ്റി വളരട്ടെ. അപ്പോൾ എല്ലാവരും ഇത് കുട്ടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.